നമ്മുടെ ചുറ്റുമുള്ള പലരും വിചാരിക്കുന്നത് വീട്ടിലിരിക്കുന്നത് ഒരു ബോറടിയാണെന്നാണ്. നിനക്ക് പുറത്തിറങ്ങിയാൽ എന്താ, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ മുറിക്കുള്ളിൽ ഇരുന്നാൽ മതിയോ എന്നൊക്കെ സുഹൃത്തുക്കളും വീട്ടുകാരും ചോദിക്കുമ്പോൾ നമ്മൾ ശരിക്കും എന്താണ് അനുഭവിക്കുന്നതെന്ന് അവർക്കറിയില്ല. പുറം ലോകത്തെ ബഹളങ്ങൾക്കിടയിൽ നമ്മുടെ മനസ്സ് എത്രത്തോളം തളരുന്നുണ്ടെന്ന് അവർ കാണുന്നില്ല. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു വലിയ ചടങ്ങിനോ പോകുന്നു. അവിടെ ചെല്ലുന്ന നിമിഷം മുതൽ ചോദ്യങ്ങൾ തുടങ്ങുകയായി. ഇപ്പോൾ എന്തു ചെയ്യുന്നു? പഴയതിനേക്കാൾ ക്ഷീണിച്ചല്ലോ. വേറെ എന്താണ് വിശേഷം? നമ്മൾ ചിരിച്ചുകൊണ്ട് മറുപടി പറയും. എല്ലാവരോടും സ്നേഹത്തോടെ സംസാരിക്കും. പക്ഷേ ഉള്ളിൽ നമ്മുടെ എനർജി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ മോശം ആളുകളായതുകൊണ്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത്, മറിച്ച് എല്ലാവരോടും എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ വല്ലാതെ തളർത്തുന്നത് കൊണ്ടാണ്. 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് വീട്ടിൽ പോകാൻ തോന്നും. 2 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ പണിയെടുത്ത പോലുള്ള ക്ഷീണമായിരിക്കും. അവസാനം വീട്ടിലെത്തി സ്വന്തം മുറിയിലെ ആ ബെഡിൽ ഒന്ന് ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. അത് മടിയല്ല, പകരം ഇത്രയും നേരം പുറത്തെ ബഹളങ്ങളിൽ തളർന്നുപോയ നമ്മുടെ മനസ്സ് പതുക്കെ ശാന്തമാകുന്നതാണ്. സുഹൃത്തുക്കളുടെ കൂടെ പുറത്തു പോകുമ്പോഴും ഇതുതന്നെയാണ് അവസ്ഥ. എല്ലാവരും വലിയ ബഹളമുള്ള കഫേകളിലോ ടൗണിലോ പോകാൻ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് സമയം എണ്ണുകയായിരിക്കും. പുറമെ ചിരിക്കുമെങ്കിലും തലയ്ക്കൊരു ഭാരം പോലെ തോന്നും. രാത്രി തിരികെ വീട്ടിലെത്തുമ്പോൾ സന്തോഷത്തിന് പകരം വലിയൊരു ക്ഷീണമായിരിക്കും അനുഭവപ്പെടുക. എന്നാൽ ഒരു ഒഴിവ് ദിവസം വീട്ടിലിരുന്ന് ഇഷ്ടമുള്ള സിനിമ കണ്ടും ചായ കുടിച്ചും സമാധാനമായി ഇരിക്കുമ്പോൾ നമുക്ക് വലിയൊരു ഉന്മേഷം തോന്നും. കാരണം നമ്മുടെ മനസ്സ് റീചാർജ് ആകുന്നത് ബഹളത്തിലല്ല, മറിച്ച് നിശബ്ദതയിലാണ്. പലപ്പോഴും നമ്മൾ പുറത്തു പോകാമെന്ന് സമ്മതിക്കും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ പ്ലാൻ ഒന്ന് ക്യാൻസൽ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. പെട്ടെന്നൊരു മെസ്സേജ് വരുന്നു, ഇന്ന് നടക്കില്ല, നമുക്ക് വേറൊരു ദിവസം പോകാം. അപ്പോൾ പുറമെ വിഷമം അഭിനയിക്കുമെങ്കിലും ഉള്ളിൽ നമുക്ക് വലിയൊരു ആശ്വാസം തോന്നും. അത് മറ്റുള്ളവരോടുള്ള ദേഷ്യം കൊണ്ടല്ല, നമ്മുടെ ശരീരം വിശ്രമം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വലിയൊരു സുഹൃത്ത് വലയം ഉണ്ടാവില്ല. ചിലപ്പോൾ 1-2 പേർ മാത്രം. പക്ഷേ ആ ബന്ധങ്ങൾ വളരെ ആഴത്തിലുള്ളതായിരിക്കും. വെറുതെയുള്ള വിശേഷം പങ്കുവെക്കലിനേക്കാൾ അവർ ഇഷ്ടപ്പെടുന്നത് ഗൗരവമുള്ള സംസാരങ്ങളാണ്. സംസാരിക്കാതെ ഇരുന്നാലും അവർക്കിടയിൽ ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. അവരുടെ എനർജി കുറവായതുകൊണ്ട് അവരത് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി കളയാറില്ല. സത്യത്തിൽ ലോകത്തെ പേടിച്ചിട്ടല്ല നമ്മൾ വീട്ടിലിരിക്കുന്നത്. നമുക്കും വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെയുണ്ട്. പക്ഷെ അത് നേടിയെടുക്കാൻ നമുക്ക് ശാന്തമായ ഒരിടം വേണം. ബഹളങ്ങൾക്കിടയിൽ സന്തോഷം കണ്ടെത്തുന്ന ലോകത്ത് സമാധാനത്തിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ് നമ്മൾ. അത് നമ്മുടെ കുറവല്ല, മറിച്ച് നമ്മൾ ഈ ലോകത്തെ കാണുന്ന രീതി വ്യത്യസ്തമാണ് എന്നേ ഉള്ളൂ. അതുകൊണ്ട് സമാധാനമായി വീട്ടിലിരിക്കാനും നിശബ്ദത ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിൽ ഒരു കുഴപ്പവുമില്ല. നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒന്നും മിസ് ചെയ്യുന്നില്ല, പകരം നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾ ജീവിക്കുകയാണ്. അതുകൊണ്ട് ആ സമാധാനം ആസ്വദിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.